എല്ലാവർക്കും നമസ്കാരം. സോ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സോ ഫസ്റ്റ് ലോയ്ക്ക് നമുക്ക് ഒരുപാട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. ദാറ്റ് ഈസ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed, although it may be converted from one form to another. അതായത് പുതുതായി എനർജി ഉണ്ടാക്കപ്പെടുകയോ അല്ലെങ്കിൽ നശിക്കപ്പെടുകയോ ഇല്ല. ഒരു എനർജി ഫോമിനെ നമുക്ക് വേറെ എനർജി ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നശിക്കുകയോ ചെയ്യുന്നില്ല. Then another statement is, whenever a quantity of one form of energy is produced, an exactly equivalent amount of other kinds must disappear. So, ഒരു ഫോം ഓഫ് എനർജി കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് വേറൊരു ഫോം ഓഫ് എനർജി ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ദെൻ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, the internal energy of an isolated system is constant. ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ എനർജി ട്രാൻസ്ഫറോ മാസ് ട്രാൻസ്ഫറോ നടക്കുന്നില്ല. അത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. അങ്ങനെയാവുമ്പോൾ നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഇൻറ്റേർണൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അതായത് ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ്, അങ്ങനെയുള്ളൊരു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. സോ ഐസൊലേറ്റഡ് കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും, നമുക്ക് ഒരേ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് വ്യത്യാസം വരുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. ദെൻ പ്രൂഫ് ഫോർ ദ വാലിഡിറ്റി ഓഫ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോൻ്റെ തെർമോഡൈനാമിക്സ് ഇതുവരെ അതിനൊരു കൗണ്ടർ വന്നിട്ടില്ല. കാരണം എ പെർപ്പച്വൽ മോഷൻ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു എനർജി കൊടുക്കാതെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എനർജി, വിത്തൗട്ട് ദ കൺസംഷൻ ഓഫ് എനർജി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് തരുന്ന ഒരു മെഷീനും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതായത് ഒരു എനർജിയും ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യാതൊരു ബോഡിയും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ മാത്രമാണ്. സോ അങ്ങനെയുള്ളൊരു മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പെർപ്പച്വൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വൺ വിച്ച് പ്രൊഡ്യൂസസ് വർക്ക് വിത്തൗട്ട് ദ ഡിസപ്പിയറൻസ് ഓഫ് ആൻ ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് എനർജി ഇല്ലാതെ തന്നെ വർക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. സോ ആ ഒരു ഫാക്റ്റ് തന്നെ ഫസ്റ്റ് ലോന് പ്രൂഫാണ്. അതായത് ഏതെങ്കിലും എനർജി കൊടുത്താൽ മാത്രമേ അത് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ആവുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഫാക്റ്റാണ് ഫസ്റ്റ് ലോയിന് പ്രൂഫ് എന്ന് പറയുന്നത്. പെർപ്പച്വൽ മോഷൻ മെഷീൻ, ഞാൻ മെഷീൻ എന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇനബിലിറ്റി ടു കൺസ്ട്രക്റ്റ് എ പെർപ്പച്വൽ മോഷൻ മെഷീൻ, അതാണ് അതിൻ്റെ അർത്ഥം. പെർപ്പച്വൽ മോഷൻ മെഷീൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, ദെൻ ഇപ്പം നമ്മൾ ഫസ്റ്റ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. ദെൻ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താണ്? ഓക്കെ, സോ ലെറ്റ് us കൺസിഡർ ടു സിസ്റ്റംസ്. ഇത് സിസ്റ്റം 1 ആൻഡ് സിസ്റ്റം 2, ഇനീഷ്യൽ സിസ്റ്റം ആൻഡ് ഫൈനൽ സിസ്റ്റം. സോ ഇനീഷ്യൽ സിസ്റ്റത്തിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി U1 ആണെന്ന് വിചാരിക്കാം, ഫൈനലിൻ്റെത് U2. സോ ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് നമ്മൾ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുകയാണ്, Q എമൗണ്ട് ഹീറ്റ് കൊടുക്കുകയാണ്. ആ Q എമൗണ്ട് ഹീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹീറ്റ് കിട്ടിയതനുസരിച്ച് ഈ സിസ്റ്റം വർക്ക് ചെയ്യും. W എമൗണ്ട് വർക്ക് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, സോ U1 U2 ആവാൻ കാരണം Q എമൗണ്ട് ഹീറ്റ് കൊടുത്തു, W എമൗണ്ട് വർക്ക് ചെയ്തു. സോ ഇതിൻ്റെ ഫൈനൽ ഇൻറ്റേർണൽ എനർജി അതിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ U2 മൈനസ് U1 എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മൾ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു, ആ ഹീറ്റിനനുസരിച്ച് ഒരു വർക്ക്
വർക്ക് വന്നു. സോ ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ഇവിടെ സൈൻ കൺവെൻഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്യൂ ഈസ് പോസിറ്റീവ്. എപ്പോഴാണ് ക്യൂ പോസിറ്റീവ് ആവുക? ഇഫ് ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം. ആൻഡ് സപ്പോസ് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് പോവുകയാണെങ്കിൽ ഇഫ് ഹീറ്റ് ഈസ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം ദെൻ ക്യൂ ഈസ് നെഗറ്റീവ്. അതേപോലെ തന്നെ W is positive, work done is positive if the work is done on the system. And if the work is done by the system, then work done becomes negative quantity. Okay, so ഈ equation number 1 ആയിട്ട് കരുതുക. Then for a process involving only pressure volume work, നമുക്കറിയാം ഇവിടെ നമ്മൾ pressure volume work മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളൊരു പ്രഷർ വോളിയം വർക്കിൽ നമുക്കറിയാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി. മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി. സോ ഈ വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെയായിട്ട് മാറും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ഇതിൻ്റെ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ഒരു എക്സ്പ്രഷൻ. ഓക്കെ, ദെൻ ഇതിൽ ഫോർ ആൻ ഐസോകോറിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം 0 ആയിട്ട് മാറും. ഓക്കെ, സോ ഇപ്പോൾ ഡെൽറ്റ യു ബിക്കംസ് ക്യൂ എപ്പോൾ? അറ്റ് കോൺസ്റ്റൻ്റ് വോളിയം. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. ഈ ഒരു ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇസ് ഈക്വൽ ടു ഹീറ്റ് അറ്റ് കോൺസ്റ്റൻ്റ് വോളിയം. ഓക്കെ, ദെൻ അനദർ ഇമ്പോർട്ടൻ്റ് ടേം ഇൻ തെർമോഡൈനാമിക്സ്, that is enthalpy. സോ എൻതാൽപ്പി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. എൻതാൽപ്പി എന്നുള്ള ടേം എപ്പോഴാണ് യൂസ് ചെയ്യുക? വെൻ എ റിയാക്ഷൻ ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള റിയാക്ഷൻസ് പറയുമ്പോഴാണ് നമ്മൾ എൻതാൽപ്പി എന്നുള്ള ടേം യൂസ് ചെയ്യുക. വെൻ എ റിയാക്ഷൻ ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ എനർജി ചേഞ്ചസ് ആർ ഡിസ്ക്രൈബ്ഡ് യൂസിങ് എൻതാൽപ്പി ഇൻസ്റ്റെഡ് ഓഫ് ഇൻറ്റേർണൽ എനർജി. സോ കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള റിയാക്ഷൻസിൽ എൻതാൽപ്പിയുടെ ടേമിലാണ് നമ്മൾ എനർജി ചേഞ്ചസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് ഇറ്റ്സ് പ്രഷർ വോളിയം എനർജി. അതായത് എൻതാൽപ്പി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം എനർജിയാണ്. എൻതാൽപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ എച്ച് ആണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. യു പ്ലസ് പി വി. ഇനി ഇവിടെ നോക്കുക, സിൻസ് യു പി വി ഇതിലുള്ള ടേംസ് എല്ലാം തന്നെ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. സോ സ്വാഭാവികമായിട്ടും എൻതാൽപ്പി എന്തായിരിക്കും? സ്റ്റേറ്റ് ഫങ്ഷൻ ആയിരിക്കും. അതായത് എൻതാൽപ്പി എന്ന് പറയുന്നത് സ്റ്റേറ്റിനനുസരിച്ച് ഇനീഷ്യൽ സ്റ്റേറ്റിനും ഫൈനൽ സ്റ്റേറ്റിനും അനുസരിച്ചായിരിക്കും എൻതാൽപ്പിയുടെ വാല്യൂ ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇൻറ്റേർണൽ എനർജി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജി കാനോട്ട് ബി ഡിറ്റർമിൻഡ്. നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെയാണ് എൻതാൽപ്പിയുടെ കാര്യവും. എൻതാൽപ്പിയും ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചേഞ്ച് ഇൻ എൻതാൽപ്പി, അതായത് H2 മൈനസ് H1 ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ്, ആ ഒരു ചേഞ്ചിനെ മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഇക്വേഷനിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് 1 ആക്കി എടുക്കുകയാണെങ്കിൽ H1 ഇസ് ഈക്വൽ ടു U1 പ്ലസ് PV1. ദെൻ ഫൈനൽ സ്റ്റേറ്റ് H2 ഇസ് ഈക്വൽ ടു U2 പ്ലസ് PV2. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ പറഞ്ഞു അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ദെൻ ചേഞ്ച് H2 മൈനസ് H1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഇത് ഡെൽറ്റ യു പ്ലസ് പി വി ടു മൈനസ് വി വൺ വരും, അതായത് ഡെൽറ്റ വി.
So this is the expression for enthalpy change. Delta H is equal to delta U plus P delta V. Okay, then enthalpy എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ഓർത്ത് വെക്കണം, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ദെൻ നമ്മൾ ഫസ്റ്റ് ലോയിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ഹീറ്റ് പ്ലസ് വർക്ക് ഡൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ ഈ ഹീറ്റിന് ഞാൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വർക്കിനെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു എന്ന് കിട്ടും. സോ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു. പക്ഷേ നമുക്കറിയാം ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ വോളിയം ചേഞ്ചസ് മാത്രമാണ് ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നത്. സോ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പി ഡെൽറ്റ വി ആണ് അല്ലേ. ഓക്കെ, സോ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മളിതിനെ ക്യൂവിനെ ക്യൂ പി എന്ന് പറയും. ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഈ ഡബ്ല്യുവിന് നമ്മൾ മൈനസ് പി ഡെൽറ്റ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി വരും. ഓക്കെ, സോ ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. സോ ഈ ടേമും ഒന്ന് പരിശോധിക്കാം. സോ ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും സിമിലർ ആണ് അല്ലേ. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഇവിടെയും അതെ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി. മനസ്സിലായല്ലോ. സോ ഫസ്റ്റ് ലോനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഹീറ്റിനെ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാക്കി എഴുതുമ്പോൾ അതും ഡെൽറ്റ എച്ചും സിമിലർ ആയിട്ട് കണ്ടു. അതുകൊണ്ട് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി എന്ന് നമ്മൾ കൺക്ലൂഷനിൽ എത്തി. നമ്മൾ ഇതിൻ്റെ മുമ്പേ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോനെ നമുക്ക് എൻതാൽപ്പീനെ നമ്മൾക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഡെൽറ്റ എച്ചിന് ഞാനിവിടെ ക്യൂ പി കൊടുത്തു, ഡെൽറ്റ യുവിന് ഞാനിവിടെ ക്യൂ വി കൊടുത്തു, പി ഡെൽറ്റ വി അതേപോലെ എഴുതി. സോ എൻതാൽപ്പീൻ്റെ എക്സ്പ്രഷനെ നമുക്ക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആ ഒരു ടേമിലേക്കും കൂടെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനാക്കി മാറ്റാൻ പറ്റും. സോ എൻതാൽപ്പിയുടെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആൻഡ് ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് പി ഡെൽറ്റ വി. സോ നമുക്ക് ഒരുപാട് പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും. അപ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഇതിൽ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ആവും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ഓരോ ഇക്വേഷൻസിലേക്കും എത്തിയതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Then enthalpy change in a reaction. Enthalpy change in a reaction. ഞാൻ പറഞ്ഞു absolute value of enthalpy നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ഇൻ enthalpy മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമുക്കറിയാം ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ enthalpy ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞു ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരിക്കും. H2 മൈനസ് H1 എന്ന് നമ്മൾ നേരത്തെ എഴുതി. അതേപോലെ എച്ച് ഫൈനൽ മൈനസ് എച്ച് ഇനീഷ്യൽ ആയിരിക്കും ചേഞ്ച് ഇൻ enthalpy in a reaction. So the enthalpy change for a chemical reaction can be given as enthalpy change of the whole reaction is equal to enthalpy of products minus enthalpy of reactants. Okay, so ഈ enthalpy ഇതിനെ ഈ ഡെൽറ്റ എച്ച് റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് enthalpy of reaction, total reaction അല്ലെങ്കിൽ heat of reaction at constant pressure. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ക്യൂ പി എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ എച്ച്. സോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ച് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് എച്ച് ഓഫ് റിയാക്ടൻസ്. ദെൻ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ കൺവെൻഷൻസ്. ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എപ്പോഴാണ് പോസിറ്റീവ് ആവുക? എൻഡോതെർമിക് ആവുമ്പോൾ, അതായത് ഹീറ്റ് ഗോസ് ഫ്രം സറൗണ്ടിങ്സ് ടു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരുമ്പോൾ എൻഡോതെർമിക്, അതായത് അതാണ് ഹീറ്റ് അക്സെപ്റ്റ് ചെയ്യുക. സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡെൽറ്റ എച്ച് വാല്യൂ പോസിറ്റീവ് ആവും.
ഇനി എക്സോതെർമിക് ആണെങ്കിലോ, അതായത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിലോ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ ഒരു ഗ്യാഷ്യസ് മോളിക്യൂൾസിൻ്റെ റിയാക്ഷൻസ് ആണെന്ന് കരുതുക. ഓക്കെ, റിയാക്ഷൻസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് നടക്കുന്നത്. അവിടെ N1, N2, N3 ഒരുപാട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമുക്കറിയാം ഗ്യാഷ്യസ് മോളിക്യൂൾസിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ലോ എന്ന് പറയുന്നത്. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം PV = nRT, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം. ഇനീഷ്യൽ സ്റ്റേറ്റിൽ പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എൻതാൽപ്പി ചേഞ്ചിൽ. ഓക്കെ, ദെൻ PV1 = N1RT, where V1 is the volume in the initial state and N1 is the number of moles of gaseous reactants at initial state, in the initial state. So R is the gas constant and T is the temperature. Then final state PV2 = N2RT. സോ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു എന്താണ് ചേഞ്ച് ഇൻ എൻതാൽപ്പി മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ് എല്ലാ ഇക്വേഷൻസിലും വരുന്നത്. കാരണം ചേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. സോ PV2 - V1 = N2 - N1RT, വേർ P, R, T എല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ ഇത് P∆V = Ng എന്ന് പറയാൻ കാരണം Ng എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് Ng ഇടുന്നത്, NgRT. ഓക്കെ, സോ നമുക്കറിയാം നമ്മളുടെ എൻതാൽപ്പിയുടെ ഇക്വേഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എച്ച് = ΔU + P∆V പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഡെൽറ്റ എച്ച് = ΔU + ΔH ഓഫ് റിയാക്ഷൻ = ΔU ഓഫ് റിയാക്ഷൻ. P∆V വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ. അതായത് ഇവിടെ P∆V ഉണ്ടായിരുന്നത് നമ്മൾ അതിനെ ΔNgRT ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P∆Vയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ QP = QV + P∆V ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? QP = QV + P∆Vയുടെ വാല്യൂ, അതായത് ΔNgRT എന്നുള്ള ഫോമിലേക്ക് മാറ്റാം. സോ ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, സോ ഇനി ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.